ഇന്നലെ രാത്രി വൈകിയാണ് ആ ദുഃഖവാർത്ത എത്തിയത്. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ തകർന്ന് 4 പേർ മരിച്ചിരിക്കുന്നു. പതിവ് പോലെ ടി.വിയിൽ വാർത്ത കണ്ടിരുന്നവർ അയ്യോ കഷ്ടമെന്ന് പറഞ്ഞപ്പോൾ മാവേലിക്കരക്കാർക്ക് പ്രത്യേകിച്ചും മലയാളികൾക്കും അങ്ങനെയായിരുന്നില്ല. അല്പസമയം കഴിഞ്ഞ് ബ്രേക്കിംഗ് ന്യൂസുകൾ വരുമ്പോഴാണ് ഉറ്റവരും നാട്ടുകാരുമൊക്കെ അറിയുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ടവൻ വിപിൻ ബാബു പറത്തിയ ഹെലികോപ്റ്ററാണ് തകർന്നിരിക്കുന്നതെന്നും പൈലറ്റ് അടക്കം 4 പേർ മരിച്ചെന്നും. ഇന്നലെ രാത്രിയാണ് ഗുജറാത്തിലെ പോർബന്ദർ തീരത്ത് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അടിയന്തര ലാൻഡിംഗ് നടക്കുന്നതിനിടെയാണ് അറബിക്കടലിൽ തകർന്നു വീണ് മലയാളി പൈലറ്റ് മരിച്ചു എന്നുള്ള വാർത്ത പുറത്തുവരുന്നത്. കോസ്റ്റ് ഗാർഡ് സീനിയർ ഡെപ്യൂട്ടി കമാൻഡർ കൂടിയായ മാവേലിക്കര കണ്ടിയൂർ പാറക്കടവ് നന്ദനം വീട്ടിൽ 39കാരനായ വിപിൻ ബാബു ആയിരുന്നു ഹെലികോപ്റ്റർ പറത്തിയത്. 2 പൈലറ്റുമാരടക്കം 4 പേരാണ് കോക്പിറ്റിലുണ്ടായിരുന്നത്. ഒരാൾ രക്ഷപ്പെട്ടു. 2 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. പോർബന്ദർ തീരത്ത് നിന്ന് 45 കിലോമീറ്റർ അകലെ വെച്ച് തിങ്കളാഴ്ച രാത്രി 11ഓടെയാണ് അപകടമുണ്ടായത്. പോർബന്ദറിലേക്കുള്ള MT ഹരിലീല ഓയിൽ ടാങ്കറിലെ പരിക്കേറ്റ ജീവനക്കാരെ രക്ഷിക്കാനാണ് ALH ഹെലികോപ്റ്ററിൽ 4 പേരും പുറപ്പെട്ടത്. നിയന്ത്രണം നഷ്ടമായി കടലിൽ പതിക്കുകയായിരുന്നെന്നാണ് കോസ്റ്റ് ഗാർഡ് പറയുന്നത്. ഗുജറാത്തിൽ ചുഴലിക്കാറ്റായിരുന്ന സമയത്ത് 67 പേരുടെ ജീവൻ രക്ഷപ്പെടുത്തിയ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. ഹെലികോപ്റ്റർ കടലിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു. അസ്ന ചുഴലിക്കൊടുങ്കാറ്റിനെ തുടർന്ന് ഗുജറാത്തിൽ വിവിധയിടങ്ങളിൽ പേമാരി കനത്തതോടെ നഗരങ്ങളും പട്ടണവും വെള്ളത്തിൽ മുങ്ങി. രക്ഷാകരങ്ങൾ നീട്ടിയ സമയത്ത് മറ്റു സംവിധാനങ്ങൾക്കൊപ്പം പ്രധാന പങ്കുവഹിച്ചതാണ് വിപിനും അദ്ദേഹം പറത്തിയ ഹെലികോപ്റ്ററും. 26 പേരായിരുന്നു അന്ന് മരിച്ചത്. 18,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 1,200 പേരെ രക്ഷപ്പെടുത്തിയതിൽ 67 പേരുടെ ജീവൻ രക്ഷിച്ചത് ഈ ഹെലികോപ്റ്റർ ആയിരുന്നു. കനത്ത മഴയിൽ വിശ്വാമിത്രി നദി കര കവിഞ്ഞതോടെ മുതലകൾ ജനവാസ മേഖലയിലെത്തിയിരുന്നു. വാ പിളർന്നു നിൽക്കുന്ന മുതലകൾക്ക് മുന്നിൽ നിന്ന മനുഷ്യരെ രക്ഷപ്പെടുത്താൻ ഈ ഹെലികോപ്റ്ററിലെ സൈനികർക്കായി. 1976 ശേഷം ഓഗസ്റ്റ് മാസത്തിൽ രൂപപ്പെടുന്ന ആദ്യത്തെ ചുഴലിക്കാറ്റായിരുന്നു അസ്ന. ഈ സാഹചര്യത്തിൽ പോലും ശക്തമായി നിന്ന ഹെലികോപ്റ്ററിന് നിയന്ത്രണം നഷ്ടപ്പെടാനുണ്ടായ കാരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് കോസ്റ്റ് ഗാർഡ് പറയുന്നത്. പൈലറ്റുമാർക്കും എയർക്രൂ അംഗങ്ങൾക്കും ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ കോപ്റ്ററുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശീലനം നൽകിയിട്ടുള്ളതാണെന്നും എന്നാൽ ഈ സംഭവത്തിൽ എന്താണ് നടന്നതെന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. വ്യോമസേനയിൽ നിന്നും വിരമിച്ച പരേതനായ RC ബാബുവിൻ്റെയും ശ്രീലത ബാബുവിൻ്റെയും മകനാണ് വിപിൻ. ജോലിയുടെ ഭാഗമായി കുടുംബസമേതം ഡൽഹിയിലാണ് താമസം. 2 മാസം മുൻപാണ് അവധിക്ക് നാട്ടിലെത്തി മടങ്ങിയത്. ഡൽഹിയിലെ മിലിറ്ററി വിഭാഗം നഴ്സായ പാലക്കാട് സ്വദേശിനി മേജർ ശില്പയാണ് ഭാര്യ. 5 വയസ്സുള്ളൊരു മകനുമുണ്ട്. സൈനിക നടപടികൾക്കു ശേഷം മാവേലിക്കരയിൽ എത്തിക്കുന്ന മൃതദേഹം ഇന്നുച്ചയ്ക്ക് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിക്കും.